തനിക്ക് ലെറ്റർ വല്ലതുമുണ്ടോ രാഘവേട്ട എന്ന് ചോദിച്ച് അന്നും മീനാക്ഷി വന്നിരുന്നു. സ്ഥലം മാറി വന്നിട്ട് 1 മാസം പോലും ആയില്ല. പെണ്ണിൻ്റെ വിളി കേട്ടാൽ ഒരു പ്രത്യേക അടുപ്പം പോലൊക്കെയാണ്. എനിക്കാണെങ്കിൽ അവളുടെ പ്രകൃതം തീരെ ഇഷ്ടപ്പെട്ടില്ല. കുട്ടിയുടെ വിലാസത്തിൽ എന്തെങ്കിലും വന്നാൽ അങ്ങോട്ടേക്ക് എത്തിക്കും. അതിനാണ് സർക്കാർ ശമ്പളമൊക്കെ തന്ന് ഞങ്ങളെയൊക്കെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. മീനാക്ഷിയുടെ മുഖം സങ്കടത്തിൽ മുറിഞ്ഞു. വന്ന പോലെ പെണ്ണിറങ്ങിപ്പോയി. സാക്ഷ്യം നിന്ന അവിടുത്തെ LP സ്കൂളിലെ വേണുമാഷാണ് വേണ്ടായിരുന്നുവെന്ന് എന്നോട് അഭിപ്രായപ്പെട്ടത്. മണി ഓർഡർ അയക്കാൻ വന്നതായിരുന്നു മാഷ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അതൊരു പാവമാണെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ വിവാഹമെന്ന കൂട്ടിക്കെട്ടലിൽ കൈക്കുഞ്ഞുമായി അഴിഞ്ഞു വീണ താലിച്ചരടായിരുന്നു മീനാക്ഷിയുടെ അമ്മയെന്ന് എനിക്ക് മനസ്സിലായി. പൊന്നും പണവുമൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിട്ട പെൺമക്കൾ തിരിച്ചു വന്നാൽ പരിഗണിക്കരുതെന്ന് നാടിനെ പൂർവികർ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. മക്കളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ആർക്കും അത് ബോധിച്ചെന്നും വരില്ല. മീനാക്ഷിയുടെ അമ്മയുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെയായിരുന്നു. തൻ്റെ കുഞ്ഞിന് വേണ്ടി സ്വന്തം വീട്ടിലെ ജോലിക്കാരിയായി മാറാൻ അവൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതായത് മീനാക്ഷിയുടെ അമ്മയ്ക്ക്. അമ്മാവൻ്റെ ശകാരം കേട്ട് മീനാക്ഷി വളർന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവളെ വേണുമാഷിൻ്റെ സഹായത്തോടെയാണ് ആ സ്ത്രീ പ്രീ-ഡിഗ്രി വരെ എത്തിച്ചത്. തനിക്ക് ഭാരമാകുമെന്ന് കരുതി പ്രായമായെന്ന് പറഞ്ഞ് കിട്ടിയവനെ കൊണ്ട് മീനാക്ഷിയെ കെട്ടിക്കാൻ അവളുടെ അമ്മാവൻ കുറച്ച് ശ്രമിച്ചതാണ്. അതിനായി പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞ് നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞു നടക്കുന്ന ചിലരൊക്കെ അവളെ കാണാനും വന്നിരുന്നു. എന്തുകൊണ്ടോ ആ അമ്മയ്ക്കും മകൾക്കും അതിന് വഴങ്ങാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഇങ്ങനെ ഇനി എത്ര നാൾ? ആരുടെയൊക്കെയോ ഔദാര്യത്തിൽ വളരേണ്ടി വരുന്ന മുതിർന്നവരെക്കാളും കഷ്ടമാണ് കുഞ്ഞുങ്ങളുടെ കാര്യം. പുറത്തുള്ളവരിൽ നിന്ന് സ്നേഹവും പരിഗണനയും കാരുണ്യവും കിട്ടിയില്ലെങ്കിൽ ലോകം മുഴുവൻ വീട് പോലെയാണെന്ന് അവരുടെ ഉള്ളിൽ പതിയെ പതിഞ്ഞു പോകും. ജീവിതത്തിൽ അടുക്കളയോളം ഒതുങ്ങിപ്പോയ തൻ്റെ അമ്മയെ കണ്ടാണ് മീനാക്ഷി വളർന്നത്. ജീവിക്കാനുള്ള ഏതോ ഒരു അവസരം തന്നെ തേടി വരുമെന്ന കാത്തിരിപ്പിലാണ് അവളുടെ ജീവിതമെന്ന് എനിക്ക് തോന്നിപ്പോയി. ആരെയോ മീനാക്ഷി പ്രതീക്ഷിക്കുന്നു. തനിക്ക് ഭാരമായ വിലാസത്തിലേക്ക് ഭാഗ്യം വന്ന് കയറുമെന്ന് അവൾ വെറുതെ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞതുപോലെ മീനാക്ഷി പിന്നീട് പോസ്റ്റ് ഓഫീസിലേക്ക് വന്നില്ല. എന്നാലും എല്ലാ നാളും അവളുടെ പേരെഴുതിയ കടലാസ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. ഇന്നും വന്നില്ലേ എന്ന ദുഃഖം അവളിൽ എന്ന പോലെ എന്നിലും പ്രകടമാകും. ഒരു നാൾ ആ വാർഡിലെ മറ്റൊരു വീട്ടിൽ കത്തുകൊടുത്തു വരുമ്പോൾ യാദൃശ്ചികമായി ഞാൻ മീനാക്ഷിയെ കണ്ടു. കണ്ടിട്ടും കാണാത്തതുപോലെ പോകാൻ നിന്ന അവളുടെ വലത് കൈയിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. എവിടെ പോയതാ മീനാക്ഷി? അവൾ കേട്ടതായി ഭാവിച്ചില്ല. എന്നോട് ക്ഷമിക്കൂവെന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ മുഖം പ്രകാശിച്ചു. അതൊന്നും സാരമില്ലെന്നും താൻ ഗോതമ്പ് പൊടിക്കാൻ പോയതാണെന്നും മീനാക്ഷി പറഞ്ഞു. അത് കേട്ട് പോകാനൊരുങ്ങിയ എന്നെ ഇന്നുമില്ലായല്ലേ എന്ന ഭാവത്തിൽ അവൾ വെറുതെ നോക്കി. അന്നു തൊട്ട് ഉറക്കത്തിന് എന്നെ തീരെ വേണ്ടാതായി. എൻ്റെ സൈക്കിൾ മണിയുടെ ശബ്ദം ഭാഗ്യമായും സ്നേഹമായും ദുഃഖമായും പ്രതീക്ഷയായും എത്രയെത്ര പേരുടെ കാതുകളിൽ വീണിരിക്കുമെന്ന് ഓർത്ത് ഓരോ നാളും ഞാൻ ചിന്തിച്ചു. മീനാക്ഷി പ്രതീക്ഷിക്കുന്ന വാർത്തയുമായി എത്രയും പെട്ടെന്ന് അവളുടെ കാതുകളിൽ ചെന്ന് മുട്ടാൻ എൻ്റെ മനസ്സ് തുടിക്കുകയാണ്. അതിൻ്റെ താളമില്ലായ്മയിലായിരുന്നു അന്നൊക്കെ ഞാൻ മയങ്ങിയിരുന്നത്. ഒരു നാൾ ബ്രാഞ്ചിലേക്ക് ഞാൻ നേരത്തെ എത്തി. 11 മണിക്ക് സബ് ഓഫീസിൽ നിന്ന് എത്തേണ്ട പാഴ്സൽ അല്പം വൈകിയും ചെയ്തു. സീലടിച്ച് ക്രമത്തിൽ വെക്കാൻ കെട്ടുപൊളിച്ചപ്പോൾ എത്രയോ നാൾ കാണാൻ ആഗ്രഹിച്ച ആ പേര് എൻ്റെ കണ്ണിൽ കുത്തി. മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാം ധൃതിയിലെടുത്തു വെച്ച് ഞാൻ മീനാക്ഷിയുടെ വിലാസത്തിലേക്ക് സൈക്കിൾ ചവിട്ടുകയായിരുന്നു. മുറ്റത്ത് നിർത്തി 2 തവണ മണിയടിച്ചപ്പോൾ അവളുടെ അമ്മയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ പിന്നാമ്പുറത്ത് നിന്ന് വന്നു. എന്താ എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷിക്കൊരു ലെറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോള പറയുമ്പോൾ ആ സ്ത്രീയുടെ കരിവാളിച്ച മുഖത്ത് ഒരു പ്രകാശമുണ്ടായിരുന്നു. ഒരു മധ്യവയസ്കൻ വന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് എത്തി നോക്കിയിട്ട് മുഖം ചുളിച്ചുകൊണ്ട് പിൻവലിഞ്ഞു. അതായിരിക്കും അമ്മാവനെന്ന് ഞാൻ ഊഹിക്കുകയായിരുന്നു. വൈകാതെ മീനാക്ഷിയും വന്നു. എൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങി പൊട്ടിക്കുമ്പോഴേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ആകാംക്ഷയോടെ അവളുടെ അമ്മയും അതിലേക്ക് എത്തി നോക്കി.
ഒരു ഊഹമുണ്ടെങ്കിലും എന്തായിരിക്കും ഇവർ ഇത്രയും പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന ആ കത്തിലെ വിവരമെന്നറിയാൻ ഞാനും അതിയായി ആഗ്രഹിച്ചു. നമ്മൾ ഇനി ജീവിക്കുമെന്ന് പറഞ്ഞ് മീനാക്ഷി തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ ഊഹം ശരിയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അവളെക്കാളും വെളിച്ചം ആ അമ്മയുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. ആരെയും ആശ്രയിക്കാതെ മകളെ ജീവിക്കാൻ പറത്തിവിട്ട ആഹ്ലാദമായിരുന്നു ആ സ്ത്രീക്ക്. അല്ലെങ്കിലും തൻ്റെ കഴിവ് പോലെ ഭദ്രമായ ജോലി സമ്പാദിക്കാൻ പറ്റാതെ പോയ ദരിദ്ര മനുഷ്യരെല്ലാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വീണുപോയ ചരിത്രമല്ലേ ഭൂമിക്ക് പറയാനുള്ളൂ. എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്? കരള് കുളിർക്കുന്ന ആ മുഹൂർത്തത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. ഈ മാസം തന്നെ പോകണം രാഘവേട്ട എന്ന് അവൾ പറഞ്ഞു. ആണായാലും പെണ്ണായാലും ആജ്ഞകളിൽപ്പെട്ടൊരു മനുഷ്യന് ജീവിതം നരകമാകാതിരിക്കാൻ ആദ്യം വേണ്ടതൊരു ജോലിയാണ്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ കാത്തിരിപ്പിൻ്റെ പേരായിരുന്നു മീനാക്ഷി. ആ രംഗമോർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണുകൾ എന്തിനാണെന്ന് പോലും അറിയാതെ വെറുതെ നനയാറുണ്ട്. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായം പറയുക. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഓൾ.